എല്ലാവർക്കും ഒരുപോലെ വർക്കാവുന്ന ഒരു ജോണർ അല്ല ബ്ലാക്ക് കോമഡി. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള സിനിമകൾക്ക് കൂടുതലായിട്ട് മിക്സഡ് റെസ്പോൺസ് ആയിരിക്കും നമ്മൾ കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ റിവോൾവർ റീറ്റ എന്ന് പറയുന്ന ഈ സിനിമയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ബ്ലാക്ക് കോമഡിയാണ്. ഇതുപോലുള്ള സിനിമകൾ നോക്കുമ്പോൾ ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വേണം, പിന്നെ നല്ല സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ വേണം. ഈ സിനിമയിൽ റിവോൾവർ റീറ്റയിൽ ഇതെല്ലാം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിനിമയിലുള്ള പോലീസുകാർ, ഗ്യാങ്സ്റ്റേഴ്സ്, മാഫിയ, ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. ഇവർ എല്ലാവരും തന്നെ നെഗറ്റീവ് ക്യാരക്ടേഴ്സാണ്. ഇതിനിടയിൽ പെട്ടുപോകുന്ന ഒരു സ്ത്രീകൾ മാത്രമുള്ള കുടുംബം. അതാണ് നമ്മളുടെ കീർത്തി സുരേഷാണ് മകള്. കീർത്തി സുരേഷിൻ്റെ 2 സിസ്റ്റേഴ്സാണ്. പിന്നെ അമ്മയായിട്ട് രാധിക ശരത് കുമാർ ഉണ്ട്. ഇവർ പെട്ടുപോകുന്നു. ഇവർക്ക് ഒളിപ്പിക്കാനായി ഒരു ഡെഡ് ബോഡി ഉണ്ട്. അപ്പം എങ്ങനെ ഇവരുടെ വീട്ടിൽ ഡെഡ് ബോഡി എത്തി, അല്ലെങ്കിൽ ഇവർ ഫേസ് ചെയ്യുന്ന ആ ഒരു ചലഞ്ചസ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് റിവോൾവർ റീറ്റ എന്ന് പറയുന്ന ഈ സിനിമ പറയുന്നത്. ഈ സിനിമയിൽ എനിക്ക് തോന്നിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിതിൻ്റെ ട്രെയിലർ കണ്ടത്. അപ്പോൾ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് നെൽസൻ്റെ കോലമാവ് കോകിലയുടെ ആ ഒരു വൈബാണ് കൂടുതൽ. പിന്നെ ഈ സിനിമയ്ക്ക് മൊത്തത്തിലൊരു കോലമാവ് കോകില വൈബ് ഉണ്ട് മൊത്തത്തിൽ. അത് മാത്രമല്ല ഇതിലൊരു സെൻട്രായൻ അവതരിപ്പിക്കുന്ന ഒരു ക്യാരക്ടറുണ്ട്. ആ ക്യാരക്ടറിനൊരു പേരുണ്ട്. അയാൾ ആ ഒരു പേര് വെച്ചിട്ട് അയാളൊരു തെറിവാക്ക് പറയുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടൊരു കോമഡി, ഒരു 5 മിനിറ്റ്സോളം ഒരു കോമഡി ഈ പടത്തിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഉദ്ദേശിക്കുന്ന തെറി, ആ വാക്ക് സെൻസർ ബോർഡ് മ്യൂട്ട് ചെയ്തേക്കുക. അപ്പോൾ ആ ഒരു സംഭവം ഒന്നും വർക്ക് ചെയ്തില്ല. അപ്പോൾ ഞാൻ തിയേറ്ററിൽ കണ്ടപ്പോൾ എനിക്കിത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലായില്ല ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്. എന്തോ ഒരു സംഭവം ഉണ്ട് എന്നല്ലാതെ അതിൻ്റേതായിട്ടുള്ള അതിൻ്റെ എസെൻസിൽ നമുക്ക് കിട്ടുന്നില്ല. അതിനുശേഷം ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ ട്രെയിലറിൽ അതിൽ മ്യൂട്ടും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യം, അതായത് ഇതൊരു ബ്ലാക്ക് കോമഡിയാണ്, പക്ഷേ ചില കാര്യങ്ങളൊക്കെ ഇവരിങ്ങനെ സെൻസർ ബോർഡിൻ്റെ വക മ്യൂട്ടാകുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഈ പടത്തിനുണ്ട്. ഈ പടം കൂടുതലായിട്ട് കോമഡി ട്രാക്കിൽ പോവുകയാണെന്നുണ്ടെങ്കിലും നായികയുടെ ഫാമിലി നേരിടുന്ന ഒരു ഡേഞ്ചർ ഉണ്ടല്ലോ, ഈ ഡേഞ്ചർ കുറച്ചും കൂടി നമുക്കൊരു ഇൻറ്റൻസ് ആയിട്ടൊക്കെ കാണിക്കണം. അപ്പോൾ അതിൽ സുനിൽ ഒരു ക്യാരക്ടറാണ്, ഒരു വില്ലൻ ക്യാരക്ടറാണ്. ഈ പടത്തിൽ കുറേ വില്ലന്മാരുണ്ട്, അതിനകത്ത് മെയിൻ ആയിട്ടുള്ളൊരു വില്ലൻ സുനിലുണ്ട്. അപ്പോൾ സുനിലിന് ഇയാൾ കാണിക്കുന്ന ഒന്നും അത്ര കോമഡി ആ രീതിയിലുള്ള ഒരു കോമിക് വില്ലൻ അല്ല. ഇയാൾ ഒരു ഭയങ്കര ടെററാണ് എന്ന് കാണിക്കാൻ വേണ്ടി കുറച്ച് സീക്വൻസൊക്കെ ഈ പടത്തിലുണ്ട്. പക്ഷേ പടത്തിൻ്റെ ഓവറോൾ ഫ്ലോയിൽ ഇയാൾ കാണിക്കുന്ന ആ ഒരു ഇൻറ്റൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ആ ഒരു ഡേഞ്ചറാണ് എന്നുള്ള രീതിയിലൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മൾ നെൽസൻ്റെ പടം ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ക്യാരക്ടേഴ്സ് ഫേസ് ചെയ്യുന്ന ഡേഞ്ചർ എന്നുള്ളത് അത് കുറച്ച് സീരിയസ് ആയിട്ടൊക്കെ തന്നെ ആയിരിക്കും കാണിക്കുന്നത്. ഇപ്പോൾ ജയിലറടക്കമുള്ള ഒരുപാട് പടങ്ങളിലൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് മൊത്തത്തിൽ ഒരു കോമിക് ആ സംഭവങ്ങളിലേക്ക് മാറുകയാണ്. എന്നാൽ ഇതുപോലുള്ള ബ്ലാക്ക് കോമഡി മൂവീസ് ഇതിൽ അൺപ്രഡിക്റ്റബിൾ ആയിട്ട് കുറേ സംഭവങ്ങളൊക്കെ നടക്കാറുണ്ട് ബ്ലാക്ക് കോമഡീസ്. അതാണ് അതിൻ്റെ ആ ഒരു ജോണറിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് അതാണ്. പക്ഷേ ഇതിനകത്ത് വരുമ്പോൾ അങ്ങനെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സംഭവങ്ങൾ അങ്ങനെയൊന്നുമില്ല. അതായത് എനിക്ക് തോന്നുന്നു തുടക്കം മുതൽ അവസാനം വരെ ഈ ട്രാക്ക് ഇതിങ്ങനെയായിരിക്കും എന്ന് നമുക്ക് കറക്റ്റായിട്ട് എല്ലാവർക്കും പറയാൻ പറ്റുന്ന ഒരു ബ്ലാക്ക് കോമഡി ഫിലിം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റിവോൾവർ റീറ്റ ആയിരിക്കും. അങ്ങനെ ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സംഭവങ്ങളൊന്നും വരുന്നില്ല. അപ്പോഴും ഒരു സുനിൽ അല്ലാതെ വേറൊരു വില്ലനുണ്ട് ഇതിനകത്ത്. അയാളുടെ പേര് എനിക്കറിയില്ല, വേറെ സിനിമകളിലൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ അവരുടെ അതൊരു ചെറിയ 3 പേരുടെ ഒരു ഗ്യാങ് ആണ്. അൺപ്രഡിക്റ്റബിൾ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കഥയിൽ കൊണ്ടുവരാൻ പറ്റിയ ഒരു ഗ്യാങ് അവർ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ബാക്കിയുള്ളവരൊക്കെ എന്തൊക്കെ ചെയ്യുമെന്നൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഊഹിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഇത് ഭയങ്കര പ്രഡിക്റ്റബിൾ ആയിട്ട് വരികയാണ്. ഇനി പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയുടെ മെയിൻ സ്റ്റീലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രാധിക ശരത് കുമാറാണ്. രാധിക ശരത് കുമാറിൻ്റെ ഒരുപാട് സീക്വൻസ് ഉണ്ട്. അതായത് നമുക്ക് ആത്മാർത്ഥമായിട്ട് ഒരു ആൾ പെർഫോം ചെയ്തതായിട്ട് ഫീൽ ചെയ്യുന്നത് രാധികയുടെ പെർഫോമൻസ് ആണ്. അതിൽ കുറച്ച് അത്യാവശ്യം നല്ല നല്ല സീക്വൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു നല്ല ഹിലേരിയസ് ആയിട്ടുള്ള 2-3 മൊമെൻറ്റ്സ് രാധികയുടെ വകയുണ്ട്. പിന്നെ ഇതിനകത്തുള്ളത് റെഡിൻ കിങ്സ്ലി. സാധാരണ എല്ലാവർക്കും ഇറിറ്റേഷൻ ഉണ്ടാക്കാവുന്ന ഒരു പെർഫോമൻസ് ആണ് പുള്ളി സ്ഥിരമായിട്ട് കൊടുക്കുന്നത് എന്നൊക്കെയാണ് പറയാറ്. പക്ഷേ ഈ സിനിമയിൽ പുള്ളിയുടെ സീക്വൻസുകളൊക്കെ കിടിലനായിരുന്നു. അതിനകത്തൊരു സ്വിഗ്ഗി ഓർഡർ ചെയ്യുന്നൊരു സീക്വൻസ് ഉണ്ട്, അത് ഗംഭീരമായിരുന്നു. പിന്നെ പടം തീരുമ്പോൾ ഈ ടൈറ്റിൽസ് റോൾ ചെയ്യുമ്പോൾ റെഡിൻ കിങ്സ്ലി ഈ ഫാമിലിയോട് പറയുന്ന ഒരു ഡയലോഗ്സ് ഒക്കെ ഉണ്ട്. അതുമാത്രമല്ല ഈ പടത്തിൽ മൊത്തത്തിൽ പുള്ളിയുടെ സ്ഥിരം മാനറിസം കാര്യങ്ങളൊക്കെ തന്നെയാണ് നെൽസൻ്റെ പടങ്ങളിൽ പുള്ളി കാണിക്കുന്ന അതേ സംഭവങ്ങൾ തന്നെയാണ് ഈ പടത്തിലും കാണിക്കുന്നത്. പക്ഷേ ഈ പടത്തിൽ അത് റെഡിൻ കിങ്സ്ലിയുടെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ബ്ലഡി ബഗർ എന്ന് പറയുന്ന കവിൻ്റെ ഒരു പടമുണ്ട്, എനിക്ക് ആ പടത്തിൽ റെഡിൻ കിങ്സ്ലിയുടെ പെർഫോമൻസ് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഈ റിവോൾവർ റീത്തയിലും പുള്ളി ഇതിനകത്ത് ആ ക്യാരക്ടർ, ആ മാനറിസം, സ്ഥിരം മാനറിസം ആണെങ്കിലും ഇത് പുള്ളി അടിപൊളിയായിരുന്നു ഇതിനകത്ത്. പിന്നെ ഉള്ളത് അജയ് ഘോഷാണ്. അജയ് ഘോഷിൻ്റെ ട്രാക്ക് ആദ്യം രസമായിരുന്നു, പക്ഷേ പിന്നീട് ഇങ്ങനെ അത് റിപ്പീറ്റഡ് ആക്കി വരുമ്പോൾ നല്ല രീതിയിൽ ബോറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ക്ലൈമാക്സ് വരെ ഉണ്ട് അജയ് ഘോഷിൻ്റെ ആ ട്രാക്ക്. എന്നാൽ പോലും ഒരു പരിധി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമില്ലേ, അത് നല്ലപോലെ ഉണ്ട്. പിന്നെ ജോൺ വിജയ് ഭയങ്കര വെറൈറ്റി റോളാണ്, പുള്ളി ഇതുവരെ ചെയ്യാത്ത റോളാണ് പോലീസ്. ജോൺ വിജയ് പോലീസുകാരനായിട്ട് വന്നിട്ട് എം.ആർ. രാധയുടെ ആ ഒരു വോയിസ് മോഡുലേഷനിൽ ഇങ്ങനെയൊക്കെ സംസാരിച്ച് പുള്ളി ചിരിപ്പിക്കാൻ ട്രൈ ചെയ്യുകയാണ്. പക്ഷേ പുള്ളി നമ്മൾ കണ്ടുമടുത്ത് എല്ലാ പടത്തിലും ജോൺ വിജയ്, ഈ പോലീസ്, ഈ ഒരു സംഭവങ്ങളൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ആ റോളും അതൊന്നും കാര്യം അത്ര വർക്കായില്ല. പിന്നെ ഉള്ളത് കീർത്തിയാണ്. അപ്പോൾ കീർത്തി ഞാൻ പറഞ്ഞല്ലോ, കോക്കോ, അതായത് നയൻതാരയുടെ
കോലമാവ് കോക്കില എന്ന് പറയുന്ന ആ സിനിമയിലുള്ള പല സിറ്റുവേഷൻസും ഒക്കെ ഈ പടത്തിൽ ഓർമ്മ വരും. കാരണം അത് അതിൻ്റെ ഇടയിൽ പെട്ടുപോകുന്ന ഒരു നായിക എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ സിനിമയുടെ കഥയും വരുന്നത്. പെർഫോമൻസ് ഈ പടത്തിൻ്റെ മൂഡ് വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ക്ലൈമാക്സ് ഒക്കെ ആവുന്നത് ആ ഒരു കോമഡി ട്രാക്ക് അങ്ങ് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതത്ര സിങ്കായിട്ട് പോയിന്നില്ല എന്നുണ്ടെങ്കിലും തരക്കേടില്ല. അതായത് അത്ര മോശം എന്ന് പറയാനുള്ള രീതിയിലേക്കായിട്ടില്ല. പിന്നെ കീർത്തിനെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല ഈ ക്ലൈമാക്സിലെ സീക്വൻസിൽ മൊത്തത്തിലുള്ള ആ ഒരു പ്രശ്നം. അത് റൈറ്റിങ്ങിൻ്റെ സൈഡും കൂടിയാണ്. കാരണം ഇത് എല്ലാ ടെംപ്ലേറ്റ്, അതായത് നമ്മൾ ഒരുപാട് കാലങ്ങളായിട്ട് തമിഴ് സിനിമകളിൽ കണ്ടുവരുന്ന പോലുള്ള ആ ഒരു ടെംപ്ലേറ്റ് സിനിമയാക്കി മാറ്റാനുള്ള ഒരു ശ്രമമാണ് നമുക്ക് ക്ലൈമാക്സിൽ കാണുന്നത്. കാരണം ഈ പടത്തിൻ്റെ തുടക്കത്തിൽ 2 ഇൻസിഡൻസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഇൻസിഡൻറ്റ് കാണിക്കുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം അത് വലിയ സസ്പെൻസോ കാര്യങ്ങളോ ഒന്നും അല്ല. ആ ഒരു ഇൻസിഡൻറ്റ് കണക്റ്റ് ആവുന്ന കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ നായികയുടെ വീടൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തൊക്കെ കാണാം നമുക്ക് എന്തായിരിക്കും നടക്കാൻ പോകുന്നതെന്നൊക്കെ. ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രഡിക്റ്റബിലിറ്റിയുടെ പ്രശ്നമാണ്. അത് ക്ലൈമാക്സ് വരെ ഉണ്ട്. അത്ര സസ്പെൻസ് ഉള്ള കാര്യങ്ങളൊന്നും അല്ല. കാരണം ഇതിൻ്റെ ഫോർ ഷാഡോയിങ് നമുക്ക് ഒരു പടം തുടങ്ങി ഒരു അരമണിക്കൂർ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് എങ്ങനെയായിരിക്കും എൻഡ് ചെയ്യുന്നതെന്നുള്ളത്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രഡിക്റ്റബിലിറ്റിയുടെ പ്രശ്നമാണ്. അത് അവസാനം വരെ, അവസാനത്തെ ഷോട്ടിൽ വരെ ഉണ്ട്. അതാണ് ഒരു പഴയ ടെംപ്ലേറ്റ് തമിഴ് സിനിമകളുടെയൊക്കെ ആ രീതിയിലേക്കാണ് ഈ പടം പോകുന്നത്. അതായത് ഇവരൊന്നും ഒരു കാര്യം പോലും നമുക്ക് എന്തെങ്കിലും ഒരു ഫ്രഷ് ആയിട്ട് ഒരു പുതുമയുള്ള എന്തെങ്കിലുമൊക്കെ നൽകാമെന്ന് ഇവർ ചിന്തിച്ചിട്ടേ ഇല്ല. പിന്നെ ടെക്നിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഷോൺ റോൾഡൻ്റെ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അത്ര അങ്ങനെ എടുത്ത് പറയത്തക്ക സംഭവങ്ങളൊന്നുമില്ല. എന്താ പറയുക, ചില ക്യാരക്ടേഴ്സ് നമ്മളെ നല്ല രീതിയിൽ ചിരിപ്പിക്കും, ചിലർ നല്ല രീതിയിൽ വെറുപ്പിക്കും. എന്നാൽ പോലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് ഔട്ടിംഗ് ആണ് റിവോൾവർ റീത്ത എന്ന് പറയുന്ന സിനിമ. ഞാൻ പറഞ്ഞല്ലോ, ഈ ജോൺർ, ഈ ബ്ലാക്ക് കോമഡി എന്ന് പറയുന്ന ജോൺർ തന്നെ റിസ്ക്കാണ്. അത് തന്നെ എല്ലായ്പ്പോഴും നമുക്കങ്ങനെ സക്സസ്ഫുള്ളായിട്ട് തന്നെ അങ്ങനെ വരുന്ന എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള ഒരു കുറച്ചുകൂടി കൊമേഴ്ഷ്യലൈസ്ഡ് ആയിട്ട് ആ രീതിയിലൊക്കെ കൊണ്ടുവരും. ഇപ്പോൾ നെൽസൻ്റെ പടങ്ങളൊക്കെയാണ് ഒരു ഹൈലി സക്സസ്ഫുള്ളായിട്ടൊക്കെ നിൽക്കുന്ന ഒരു ബ്ലാക്ക് കോമഡി ജോണറിലൊക്കെ വരുന്നത്. അത് തന്നെ നെൽസൻ്റെ കൈൻഡ് ഓഫ് ആ ബ്ലാക്ക് ഹ്യൂമർ ഇഷ്ടമല്ലാത്ത ആളുകളുണ്ട്. ഇപ്പോൾ ഡോക്ടർ എന്ന് പറയുന്ന സിനിമ ഞാൻ നല്ലോണം എൻജോയ് ചെയ്തിട്ടുള്ള സിനിമയാണ്. കൊറോണ ടൈമിൽ ഇവിടെ നിന്ന് കോയമ്പത്തൂർ പോയിട്ടാണ് ഞാൻ ഡോക്ടർ എന്ന് പറയുന്ന സിനിമ കണ്ടത്. ഇവിടെ റിലീസില്ലായിരുന്നു ആ സമയത്ത്. അപ്പോൾ അത് എനിക്ക് നെൽസൺ കൈൻഡ് ഓഫ് ഹ്യൂമർ, കോലമാവ് കോകില എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ നെൽസൺ കൈൻഡ് ഓഫ് ബ്ലാക്ക് ഹ്യൂമർ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഈ ഡോക്ടർ എന്ന് പറയുന്ന സിനിമ ഇഷ്ടമല്ലാത്തവരുണ്ട്. അപ്പോൾ അതിലെ റെഡിങ് ഗാങ്സിയുടെ പെർഫോമൻസ് ഒക്കെ അരോചകം എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ അതിനകത്ത് ആ മീറ്ററിൽ ഒരു ഹ്യൂമർ ഉണ്ടാക്കുക, അത് സക്സസ്ഫുള്ളായിട്ട് പറയുക. പിന്നെ ജയിലർ എന്ന് പറയുമ്പോൾ റെഡിങ് ഗാങ്സിലിയുടെ ഒരു ബ്ലാക്ക് ഹ്യൂമർ കൈൻഡ് ഓഫ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒന്ന് ഡൈല്യൂട്ടായിട്ടുള്ള ഒരു ഇതാണ്. എനിക്ക് തോന്നുന്നു അതുകൊണ്ടാവാം അതൊരു എല്ലാവർക്കും ഒരു മാസ് ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ആയത്. അപ്പോൾ റിവോൾവർ റീത്ത ഒരിക്കലും നിങ്ങളൊരു മിക്സഡ് റെസ്പോൺസ് ആണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ പോലെ കാണാതിരിക്കരുത്. ഇപ്പോൾ എനിക്ക് ഇതൊരു മിക്സഡ് ഫിലിമായിട്ട് തോന്നിയാൽ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് വർക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് ഒരു ബ്ലാക്ക് കോമഡി എന്ന് പറയുന്ന ജോണറിൻ്റെ ഒരു പ്രത്യേകത. ചിലർക്കൊക്കെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചിലർക്ക് നല്ല രീതിയിൽ വർക്ക് ആവും, അങ്ങനെയുള്ള ഒരു ഇതാണ്. അപ്പോൾ നിങ്ങളേതായാലും കണ്ടു നോക്കുക. കാരണം ഇതിൽ മൊമെൻറ്റ്സ് ഉണ്ട്, അത്യാവശ്യം നല്ല രീതിയിലുള്ള മൊമെൻറ്റ്സും കാര്യങ്ങളുണ്ട്. പക്ഷേ ഒരു പ്രഡിക്റ്റബിലിറ്റിയുടെ പ്രശ്നം, പിന്നെ ഫ്രഷ്നെസ് എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല. പുതുമയുള്ള ഒന്നും തന്നെ ഇവർ ഈ സിനിമയ്ക്ക് വേണ്ടി ട്രൈ ചെയ്തിട്ടില്ല. അതൊക്കെ ഇങ്ങനെയുള്ള കുറേ നെഗറ്റീവ്സ് ഉണ്ടെന്നല്ലാതെ ട്രൈ ചെയ്ത് നോക്കുക, കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക.